ആശാ വർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ പ്രതിമാസ ഇൻസെന്റീവ് 2000 രൂപയിൽ നിന്ന് 3500 രൂപയായി വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ലോക്സഭയിൽ അറിയിച്ചു. കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിനാണ് കേന്ദ്ര സർക്കാരിന്റെ മറുപടി. വിനിത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, ഇത് എന്ന് വന്ന ഉത്തരവാണ്? ഇതിപ്പോൾ ഒരു ചോദ്യത്തിന് മറുപടിയായി പറയുന്നു. എപ്പോഴാണ് ഈ ഉത്തരവ് വന്നിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? വേതന വർധന ഇൻസെന്റീവിൽ വർധന ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, എത്രയോ ദിവസങ്ങളായി ആശാ വർക്കേഴ്സിന്റെ സമരം അതിവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വിവരം പുറത്തു വരുന്നത്. തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് ഈ ആശാ വർക്കർമാരുടെ ശക്തമായിട്ടുള്ള സമരം നമ്മൾ കണ്ടതാണ്. ഇതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ എത്തുകയും പിന്നീട് കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ തലത്തിൽ നിന്ന് ഇപ്പോൾ ആശാ വർക്കർമാർക്കുള്ള ഒരു സഹായം അവരുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഇൻസെന്റീവ് ഉയർത്തിയിരിക്കുകയാണ്. ഇത് മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തതെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഈ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. നേരത്തെ 2000 രൂപയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത് ഇനി മുതൽ 3500 രൂപയായിരിക്കും നൽകുക. അതായത് നിലവിലുള്ള ഇൻസെന്റീവിൽ നിന്നും 1500 രൂപ കൂടി വർദ്ധിപ്പിച്ച് 3500 രൂപയിലേക്ക് അത് മാറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തതെന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം അത് ആദ്യഘട്ടത്തിൽ 20,000 രൂപയാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ 20,000 രൂപ 50,000 രൂപയാക്കി ഉയർത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. പക്ഷേ 10 വർഷം സേവനമനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. ഓണറേറിയം അടക്കം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരം നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതാണ്. അതിശക്തമായിട്ടുള്ള സമരവുമായി അവർ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പലതവണ മന്ത്രി ഇവിടെ എത്തുകയും കേന്ദ്രവുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോഴിതാ ഈ മാർച്ച് 4 ചേർന്ന മിഷൻ സ്റ്റിയറിംഗ് ഗ്രൂപ്പ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള തീരുമാനമെടുത്തതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഈ 2018 ആശുമാരുടെ ഗണ്യമായിട്ടുള്ള സംഭാവനയ്ക്കും അവരുടെ ഒരു പ്രതിബദ്ധതയും ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യ പാക്കേജുകൾ അവതരിപ്പിച്ചിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള കവറേജുകൾ നൽകുന്നുവെന്നും ഈ മറുപടിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കേന്ദ്രം പറയുന്നത്. അതായത് ഈ 5 ലക്ഷം രൂപയോളമുള്ള ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രകാരമാണ് ഇത്തരത്തിലേക്കുള്ള ഇൻഷുറൻസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ആനുകൂല്യവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൊടുക്കാവുന്ന തരത്തിലേക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ നൽകുന്നുവെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. കെ പ്രേമചന്ദ്രൻ എംപി നൽകിയ ചോദ്യത്തിനാണ് ഈ മറുപടി. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.